ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൊണ്ട് നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. പണവുമായി പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ് ഹരീഷും നിധിയും. അവർ ചോദിച്ച 50,000 രൂപയുമായി അകത്തേക്ക് കയറി വരുന്ന സുഭാഷും ഹരീഷും തോമസ് ഏട്ടനും നിധിയും കാണുകയാണ് ലോക്കപ്പിൽ കിടക്കുന്ന സുധീഷിനെ. സുധീഷ് വിഷമത്തോടുകൂടി നിധിയെ നോക്കുമ്പോൾ നിധിയും വിഷമത്തോടുകൂടി സുധീഷിനെ നോക്കുകയാണ്. അവർ പണം കൊടുത്ത് SP-യുടെ മകനെ കൊണ്ട് കേസ് പിൻവലിപ്പിക്കുന്നു. സുധീഷിനെ ലോക്കപ്പിൽ നിന്ന് ഇറക്കുകയാണ്. പോലീസ് ഓഫീസർ ചോദിക്കുന്നു, എന്താ നിന്റെ മനസ്സില് വലിയ റൗഡിയാണെന്നാണോ വിചാരം? ഷർട്ടിന്റെ ബട്ടൺസ് ഇട്ടടാ. സുധീഷ് ദേഷ്യത്തോടുകൂടി ഓഫീസറെ നോക്കുമ്പോൾ പോലീസ് ഓഫീസർ ചോദിക്കുന്നു, എന്താടാ നോക്കി പേടിപ്പിക്കുകയാണോ? ബട്ടൺസ് ഇട്ടടാ, ഇനി മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചോണം. ഷർട്ടിന്റെ ബട്ടൺ ഇട്ട് സുധീഷ് ദേഷ്യത്തോടുകൂടി ഓഫീസറിനെ നോക്കുമ്പോൾ ഓഫീസർ പറയുകയാണ്, കണ്ടില്ലേ വീണ്ടും അവൻ നോക്കി പേടിപ്പിക്കുന്നു. എന്താടാ നോക്കി പേടിപ്പിക്കുന്നതെന്ന് ചോദിച്ച് സുധീഷിന്റെ കർണം പുകച്ചടിക്കുകയാണ് അയാൾ. ഇത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് നിധി. ടെൻഷനോടുകൂടി സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് സുഭാഷ് പറയുന്നു, സാർ ഇനി അവൻ മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചോളും. കവളിൽ കൈവച്ച് വിഷമത്തോടുകൂടി സുധീഷ് നിധിയെ നോക്കുകയാണ്. ഓഫീസർ പറയുന്നു, എടോ അവരോട് ഒപ്പിടാൻ പറ. അവര് പറയുന്നിടത്ത് സൈൻ ചെയ്ത് കൊടുക്കുകയാണ് സുധീഷ്. സുഭാഷ് ചോദിക്കുന്നു, സാർ ഞങ്ങൾ കൂട്ടിക്കൊണ്ട് പൊയ്ക്കോട്ടെ? കൂട്ടിക്കൊണ്ട് പൊയ്ക്കോടാൻ ഓഫീസർ പറയുമ്പോൾ പോകാം വാടാന്ന് പറഞ്ഞ് സുഭാഷ് സുധീഷിന്റെ കയ്യിലേക്ക് പിടിക്കുമ്പോൾ ഓഫീസർ പറയുന്നു, ഒരു മിനിറ്റ്, എടാ നിന്റെ ലൈസൻസ് ഇങ്ങോട്ട് തന്നെ. ലൈസൻസ് ഉണ്ടോ ഇല്ലയോ? ഇത്രയും നാളും ലൈസൻസ് ഇല്ലാതെയാണോ നീ വണ്ടി ഓടിച്ചത്? സുധീഷ് ലൈസൻസ് എടുത്തു കൊടുക്കുമ്പോൾ ഓഫീസർ പറയുകയാണ്, ശരി ലൈസൻസ് ഇവിടെ ഇരിക്കട്ടെ, 1 മാസം കഴിഞ്ഞ് വന്ന് വാങ്ങിച്ചോ, അതുവരെ നീ വണ്ടിയിൽ കൈവെക്കരുത്. ഇത് കേട്ട് ടെൻഷനോടുകൂടി നിൽക്കുകയാണ് എല്ലാവരും. തോമസ് ഏട്ടൻ പറയുന്നു, സാർ ഇത് വെച്ച് അവൻ ജീവിക്കുന്നത്. സാർ ആദ്യം തന്നെ കൈവച്ചാൽ എങ്ങനാ? പാവല്ലേ സാർ അവൻ. ഓഫീസർ പറയുന്നു, അത് ആളെ ഇടിക്കുന്നതിന് മുമ്പേ അവൻ ഓർക്കണമായിരുന്നു. 1 മാസം വണ്ടി ഓടിക്കാതെ വീട്ടിലിരിക്കട്ടെ, അപ്പോഴേ വീണ്ടും വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധയോടുകൂടി ഓടിക്കണമെന്ന് അവന് തോന്നും. സുധീഷ് ദേഷ്യത്തോടുകൂടി ഓഫീസറിനെ നോക്കുമ്പോൾ ഓഫീസർ പറയുകയാണ്, എന്താണ് നോക്കി പേടിപ്പിക്കുന്നത്? ഇനി ഒരിക്കലും നീ വണ്ടി ഓടിക്കാത്ത രീതിയിലാക്കും ഞാൻ. അത് വേണോ? വാടാ. അപ്പോൾ സുഭാഷ് പറയുന്നു, സാർ അങ്ങനെയൊന്നും ചെയ്യല്ലേ സാർ, ഞങ്ങൾ 1 മാസം കഴിഞ്ഞ് വന്ന് ലൈസൻസ് വാങ്ങിച്ചോളാം. വാടാ സുധീഷ്. അങ്ങനെ അവർ സുധീഷിനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് പുറത്തേക്ക് ഇറങ്ങിയ സുധീഷ് ദേഷ്യത്തോടുകൂടി നിൽക്കുമ്പോൾ തോമസ് ഏട്ടന് നന്ദി പറയുകയാണ് സുഭാഷും ഹരീഷും നിധിയും. സുധീഷ് ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞ് തോമസ് ഏട്ടൻ വണ്ടി കയറി അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് വീട്ടിലേക്ക് വന്ന സുധീഷ് വളരെ ദേഷ്യത്തോടുകൂടി അകത്തേക്ക് കയറി പോവുകയാണ്. പുറത്തിരിക്കുന്ന ഭാസ്കരൻ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അരികിലേക്ക് വന്ന നികേഷ് ചോദിക്കുന്നു, സുധീഷ് ഏട്ടാ എന്ത് നടന്നത്? എടാ സുധീഷ് അത് വിടടാന്ന് പറഞ്ഞ് സുഭാഷ് സുധീഷിന്റെ തോളിലേക്ക് കൈവയ്ക്കുമ്പോൾ സുഭാഷ് ഏട്ടാന്ന് വിളിച്ച് കൈ തട്ടി മാറ്റുകയാണ് സുധീഷ്. സുഭാഷ് വെള്ളം എടുക്കാനായി പോകുമ്പോൾ നികേഷ് ചോദിക്കുന്നു, സുധീഷ് ഏട്ടാ എന്താ നടന്നത്? സുഭാഷ് വെള്ളവുമായി സുധീഷിന്റെ അരികിലേക്ക് വരുമ്പോൾ വെള്ളം തട്ടി മാറ്റുകയാണ് സുധീഷ്. ഹരീഷ് ചോദിക്കുന്നു, സുധീഷ് എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അപ്പോൾ സുധീഷ് പറയുകയാണ്, നീ പോടാ അവിടുന്ന്, മര്യാദയ്ക്ക് അവിടെ. ഇതിക്കിട്ട് നികേഷ് ചോദിക്കണം, സുധീഷ് ഏട്ടാ എന്താ നടന്നത്? അപ്പൊ ഹരീഷ് പറയുകയാണ്, നികേഷ് സുധീഷ് ഏട്ടൻ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാതെ SP-യുടെ മോനെ ഇടിച്ചു. പോലീസ് കസ്റ്റഡിയിലെടുത്ത് പണം കൊടുത്ത് ഇറക്കിയതാ ഞങ്ങൾ. സുധീഷ് ഏട്ടന്റെ ലൈസൻസ് സ്റ്റേഷനിൽ പിടിച്ചു വെച്ചിരിക്കുക. സുധീഷ് ചോദിക്കുന്നു, ഞാൻ മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചില്ല എന്നുള്ളത് നീ കണ്ടായിരുന്നോ? അവനല്ലേ റോങ് റൂട്ടിൽ കയറി വന്നത്, അതിന് എന്നെയാണോ ശിക്ഷിക്കേണ്ടത്? അയാൾ എന്തിനാ എന്നെ തല്ലിയത്? അവനെ ഞാൻ വെറുതെ വിടില്ല. ഹരീഷ് ചോദിക്കുന്നു, സുധീഷ് ഏട്ടൻ എന്ത് ചെയ്യും? സുധീഷ് ഏട്ടൻ ലൈസൻസ് വാങ്ങിച്ചു വെച്ചത് പോലീസാ, അവരെ എന്ത് ചെയ്യാനാ? സുധീഷ് ചോദിക്കുന്നു, പോലീസ് എന്ന് പറഞ്ഞാൽ ആരുടെ ദേഹത്തും കൈവയ്ക്കാൻ അവകാശമുള്ളവരാണോ? തെറ്റ് ചെയ്തവനെ ഒന്നും ചെയ്യാതെ എന്റെ ദേഹത്ത് എന്തിനാ കൈവച്ചത്? അവൻ വലിയ ആളാണെങ്കിൽ അവനെ പറഞ്ഞു വിട്ട് എന്റെ ദേഹത്താണോ കൈവയ്ക്കേണ്ടത്? അപ്പൊ സുഭാഷ് പറയുകയാണ്, എടാ സുധീഷ് പോലീസല്ലേ, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, നീ അത് വിട്. അപ്പൊ ഹരീഷ് പറയുന്നു, സുധീഷ് ഏട്ടൻ വെറുതെ ബഹളം വെക്കാതെ വണ്ടി മര്യാദയ്ക്ക് ഓടിക്കണമായിരുന്നു. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി ഹരീഷിന്റെ കർണം പുകച്ചടിക്കുകയാണ് സുധീഷ്. ഇത് കണ്ട് എല്ലാവരും ഞെട്ടി നിൽക്കുമ്പോൾ ഹരീഷ് കുനിങ്ങി നിൽക്കുകയാണ്. വിരൽ ചൂണ്ടി സുധീഷ് പറയുന്നു, നീ മിണ്ടരുത്, ഞാൻ നല്ല ദേഷ്യത്തിലാ. നികേഷ് ചോദിക്കുന്നു, സുധീഷ് ഏട്ടൻ അവരടിച്ചോ? സുഭാഷ് സുധീഷ് എന്ന് വിളിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടൻ ഒന്നും പറയണ്ട, ദയവ് ചെയ്ത് മാറി നിൽക്കുന്നതാണ് നല്ലത്. പുറത്തിരിക്കുന്ന ഭാസ്കരൻ പറയുന്നു, വീട്ടിൽ നടി വാങ്ങാത്തവൻ നാട്ടുകാരുടെ തല്ലു വാങ്ങും. ഇത് കേട്ട് സുധീഷ് ദേഷ്യത്തോടു കൂടി നിൽക്കുമ്പോൾ ഹരീഷ് പറയുന്നു, മര്യാദയ്ക്ക് ഇരിക്കും, അവിടെ ഇരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എവിടെയെങ്കിലും ഇറങ്ങിപ്പോ. നീ പോടാന്ന് ഭാസ്കരൻ പറയുമ്പോൾ നിധി പറയുന്നു, എല്ലാവരും ഒന്ന് ബഹളം വെക്കാതിരിക്കെ, നടന്നത് നടന്നു, സിറ്റുവേഷൻ മനസ്സിലാക്ക്. അപ്പൊ സുധീഷ് പറയുകയാണ്, എന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല നിധി. ഇത് കേട്ട് നിധി പറയുകയാണ്, ശരി അത് വിട്, ഇപ്പൊ നമുക്ക് പോലീസിനോട് വഴക്കുണ്ടാക്കാൻ പറ്റില്ലല്ലോ, നടന്നതൊന്നും മാറ്റാൻ പറ്റില്ല, ലൈസൻസ് എത്രയും പെട്ടെന്ന് വാങ്ങിച്ചെടുക്കാൻ പറ്റുമോന്ന് ശ്രമിക്കാം, അതും ക്ഷമയോടെ വേണം ചെയ്യാൻ. സുധീഷ് പറയുകയാണ്, നിധി എനിക്കിനി 1 മാസത്തേക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല. അപ്പൊ നിധി പറയുന്നു, സുധീഷ് ഒന്ന് ക്ഷമിക്ക്, അതിന് നമുക്ക് എന്തെങ്കിലും ചെയ്യാം, എടുത്തു ചാടി ഒന്നും ചെയ്യണ്ട. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി റൂമിനകത്തേക്ക് കയറി വാതിലടയ്ക്കുകയാണ് സുധീഷ്. നികേഷ് ചോദിക്കുന്നു, ഏട്ടത്തി എന്താ ഇത്? അപ്പൊ നിധി പറയുകയാണ്, അത് വിട് നികേഷ്, അപ്സെറ്റാ, കുറച്ച് കഴിയുമ്പോൾ എല്ലാം ശരിയാകും. അപ്പൊ സുഭാഷ് പറയുകയാണ്, പോലീസുകാരെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവനെ അടിച്ചില്ലേ, അതവന് നാണക്കേടായി. അപ്പൊ ഹരീഷ് പറയുകയാണ്, എനിക്കും അത് കണ്ടിട്ട് നല്ല ദേഷ്യം തോന്നി സുഭാഷ് ഏട്ടാ, ഇത് ഞാൻ പറഞ്ഞാൽ വീണ്ടും സുധീഷ് ഏട്ടന്റെ ദേഷ്യം കൂടും, അതുകൊണ്ടാ ഞാനൊന്നും പറയാൻ നിന്നേ. അപ്പൊ സുഭാഷ് പറയുകയാണ്, നീ ഒന്നും പറയണ്ടടാ, പതിയെ ശരിയായിക്കോളും. നിധി ഞാൻ കടയിൽ പോയിട്ട് വരാന്ന് പറഞ്ഞ് സുഭാഷ് അവിടെ വന്ന് പോവുകയാണ്. തുടർന്ന് പോലീസ് സ്റ്റേഷനിലെ കാര്യങ്ങളെല്ലാം ഓർക്കുന്ന സുധീഷ് താൻ അവിടെ വെച്ചിരുന്ന പണം നോക്കുകയാണ്. ശേഷം പുറത്തേക്ക് ഇറങ്ങി വന്ന സുധീഷ് ചോദിക്കുന്നു, ഞാൻ റൂമിൽ വെച്ചിരുന്ന പണം എവിടെടാ? അപ്പൊ ഹരീഷ് പറയുകയാണ്, ആ പണവും കൂടി കൊടുത്തിട്ടാ ഞങ്ങള് സുധീഷ് ഏട്ടനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയത്. ഇത് കേട്ട് സുധീഷ് ചോദിക്കുകയാണ്, ഇതിലുള്ള
എനിക്കുള്ളത് എന്തിനാണ് എടുത്തു കൊടുത്തത്? എന്നോട് ചോദിക്കാതെ എന്റെ പണം എന്തിനടുത്ത്? ഹരീഷ് ചോദിക്കുന്നു, ഇവിടെ എന്താ അത്രയ്ക്ക് പണമുണ്ടോ? പോലീസ് പണം കൊടുത്തുകൊണ്ട് സുധീഷ് ഏട്ടനെ വിട്ടത്. ഇതെന്നോട് പറഞ്ഞായിരുന്നു എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഹരീഷ് പറയുകയാണ്, ഇപ്പോഴല്ലേ വീട്ടിലേക്ക് വന്നത്, അതിനുള്ളിൽ എല്ലാം പറയാൻ പറ്റൂ? ഇത് കേട്ട് അവിടേക്ക് വന്ന ഭാസ്കരൻ ചോദിക്കുന്നു, എടാ വിവരം കേട്ടവന്മാരെ, അവന്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് അവൻ സത്യം ചെയ്ത് പറഞ്ഞതല്ലേ, എന്നിട്ടും ഇത്രയും പണം കൊണ്ടുപോയി അവന്മാർക്ക് കൊടുക്കാൻ മാത്രം മണ്ടന്മാരായി പോയല്ലോടാ. തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറക്കെ പറയണ്ടായിരുന്നോടാ. നിങ്ങൾക്ക് അവരോട് സംസാരിക്കാൻ അറിയില്ലായിരുന്നു. ഹരീഷ് ചോദിക്കുന്നു, നിങ്ങൾക്കൊന്നും മിണ്ടാതിരിക്കാമോ? അപ്പോൾ സുധീഷ് ചോദിക്കണ്ട, എന്നോട് ചോദിക്കാതെ നിങ്ങൾ എന്തിനാ എന്റെ പണം എടുത്തത്? ഞാൻ ആ പണം എന്തിനു വെച്ചാണെന്നറിയോ? അതെന്തിനാടാ എടുത്തേ? അപ്പൊ ഹരീഷ് പറയുകയാണ്, ചോദിച്ച ചോദ്യം തന്നെ ചോദിച്ചോണ്ടിരിക്കാതെ സുധീഷ് ഏട്ടാ, പണം കൊടുക്കാതെ എങ്ങനെ ഞങ്ങൾ സുധീഷ് ഏട്ടനെ പുറത്തിറക്കുമായിരുന്നു? എല്ലാ ചിലവും സുഭാഷ് ഏട്ടൻ ഒറ്റയ്ക്ക് എടുക്കണോ? സുധീഷ് ചോദിക്കുന്നു, എനിക്ക് വേണ്ടി മാത്രമാണോ സുഭാഷ് ഏട്ടൻ ചിലവാക്കിയിട്ടുള്ളത്? അപ്പൊ ഭാസ്കരൻ പറയുകയാണ്, അവൻ ചോദിച്ചതിൽ എന്താടാ തെറ്റ്? അത് അവന്റെ പണം അല്ലായിരുന്നോ? അവനോട് ചോദിക്കാതെ ആ പണം നീ എന്തിനാ എടുത്തേ? പോലീസിനെ കണ്ട ഉടനെ വിറച്ചുപോയി അല്ലായിരുന്നോ? അതാ ഉള്ള പണം എല്ലാം കൊണ്ടുപോയി കൊടുത്തത്. ഹരീഷ് ചോദിക്കുന്നു, നിങ്ങളോട് മിണ്ടാതെ നിൽക്കാനാ പറഞ്ഞത്? ഒരച്ഛന്റെ സ്ഥാനത്ത് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വന്നതായിരുന്നു, ചെയ്യേണ്ടതൊന്നും ചെയ്തില്ലല്ലോ, അപ്പൊ മിണ്ടാതെ നിന്നോടാം. അപ്പൊ സുധീഷ് പറയുകയാണ്, എടാ ആദ്യം ഞാൻ ചോദിച്ചതിനാ മറുപടി പറയടാ, അത് എന്റെ പണമാ, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടി വെച്ചിരിക്കുന്നതാണെന്ന് നിനക്കറിയില്ലേ? എന്നോട് ചോദിക്കാതെ നീ അതെന്തിനാ എടുത്തു കൊടുത്തേ? അപ്പൊ ഹരീഷ് പറയുകയാണ്, പണം കൊടുത്തില്ലായിരുന്നെങ്കിൽ സുധീഷ് ഏട്ടൻ ജയിലിൽ കിടന്നേനെ. അപ്പൊ സുധീഷ് പറയുന്നു, ഞാൻ ജയിലിൽ കിടന്നോളാടാ, അത് എന്റെ പ്രശ്നമാണ്, അതുകൊണ്ട് എന്റെ പണം എന്നോട് ചോദിക്കാതെ എടുത്തു കൊടുക്കൂ. പണം കൊടുക്കുന്ന കാര്യം അവിടെ വെച്ച് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും ആലോചിച്ച് പറയുമായിരുന്നല്ലോ. അവര് പണം വാങ്ങി ലൈസൻസും പിടിച്ചു വെച്ചു. വിവരം വേണ്ടാടാ നിനക്കൊക്കെ, എന്തിനാടാ പണവും കൊടുത്ത് ലൈസൻസും അവിടെ കൊടുത്തിട്ട് വരുന്നേ? ഒന്ന് ആലോചിച്ചൂടെ? അപ്പൊ ഹരീഷ് പറയുകയാണ്, അനാവശ്യമായിട്ട് ബഹളം ഉണ്ടാക്കാതെ സുധീഷ് ഏട്ടാ, സുധീഷ് ഏട്ടൻ മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം ഒന്നും ഉണ്ടാകില്ലായിരുന്നു. സുധീഷ് ഏട്ടൻ അഹങ്കാരവാ, റോഡിൽ വെച്ച് തന്നെ പ്രശ്നം തീർക്കണമായിരുന്നു, പോലീസ് സ്റ്റേഷനിൽ എത്തിക്കാതെ പണം കൊടുത്ത് അയാളെ ഒഴിവാക്കണമായിരുന്നു. സുധീഷ് ചോദിക്കുന്നു, നീ എന്താടാ എനിക്ക് പറഞ്ഞു തരികയാണോ? നിനക്കൊന്നും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലേ? എനിക്ക് എന്റെ പണം കിട്ടിയേ പറ്റൂ. എന്ത് ചെയ്യും ഏത് ചെയ്യും എന്നൊന്നും എനിക്കറിയില്ല, ഈ നിമിഷം എനിക്ക് എന്റെ പണം കിട്ടണം. അപ്പൊ ഹരീഷ് പറയുകയാണ്, എനിക്ക് ജയിലിൽ പോയി കിടന്നോ? ഇവൻ ജയിലിൽ കിടന്നോളും, സാർ ആ പണം ഇങ്ങി താന്ന് ഞാൻ സ്റ്റേഷനിൽ ചെന്ന് പറയാം. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി സുധീഷ് ചോദിക്കുന്നു, ഞാൻ എന്തിനാണ് ജയിലിൽ പോകുന്നത്? എന്നോട് ചോദിക്കാതെ നീ സ്റ്റേഷനിൽ കൊണ്ടുപോയി പണം കൊടുത്തിട്ട് ഞാൻ ജയിലിൽ കിടക്കണോടാ? അങ്ങനെ സുധീഷ് ഹരീഷിനെ തല്ലുകയാണ്. ഹരീഷും തിരിച്ചു തല്ലുന്നു. അവരെ പിടിച്ചു മാറ്റാനായി ശ്രമിക്കുകയാണ് നിധിയും നികേഷും. ഭാസ്കർ പറയുന്നു, വിടടാ. ആരും പറയുന്നത് കേൾക്കാതെ സുധീഷ് ഹരീഷിനെ തല്ലുകയാണ്. ഹരീഷും തിരിച്ചു തല്ലുന്നു. നിധി ദേഷ്യത്തോടുകൂടി അടുക്കളയിലേക്ക് ചെന്ന് ഒരു പാത്രം എടുത്തോണ്ട് വന്ന് വലിച്ചെറിയുകയാണ്. ശബ്ദം കേട്ട് എല്ലാവരും ഞെട്ടി തിരിഞ്ഞു നോക്കുന്നു. സുധീഷും ഹരീഷും എഴുന്നേറ്റ് മാറുമ്പോൾ ദേഷ്യത്തോടുകൂടി സുധീഷിന്റെ അരികിലേക്ക് ചെന്ന് നിധി ചോദിക്കുന്നു, എന്താ സുധീഷ് ഇതെല്ലാം? നടക്കാൻ പാടില്ലാത്തത് നടന്നു, സുധീഷിന്റെ ഭാഗത്ത് തെറ്റില്ലേ? അതിന് വീട്ടിലുള്ളവരുടെ മക്കിട്ട് കയറണോ? സുധീഷ് പോലീസ് സ്റ്റേഷനിലാണെന്ന് അറിഞ്ഞ ഉടനെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെയുള്ള എല്ലാ പണവുമായി സ്റ്റേഷനിലേക്ക് ചെന്നു. പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലീസുകാര് സുധീഷിനെ തല്ലി, അതല്ലേ ഈ ദേഷ്യത്തിന് കാരണം? ഇപ്പം പ്രശ്നമെല്ലാം അവസാനിപ്പിച്ച് വീട്ടിൽ വന്ന് സമാധാനത്തോടു കൂടി ഇരിക്കുന്നില്ലേ? കേസാക്കി അവരകത്താക്കിയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ലൈസൻസ് പോയേനെ. ഇപ്പം ഒരു മാസമേ വണ്ടി ഓടിക്കാൻ പറ്റാഴികയുള്ളൂ. ആരോടുള്ള ദേഷ്യം ഇവിടെ കാണിക്കണ്ട, മിണ്ടാതെ അകത്ത് പോകാനാ പറഞ്ഞത്. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി നിധിയെയും ഹരീഷിനെയും ഒന്ന് നോക്കിയിട്ട് സുധീഷ് അകത്തേക്ക് കയറി വാതിലടയ്ക്കുകയാണ്. ഹരീഷിന്റെ അരികിലേക്ക് വന്ന നിധി പറയുകയാണ്, സുധീഷിന് എന്തെങ്കിലും പറ്റിയാൽ ഹരീഷിന് സഹിക്കില്ലല്ലോ, എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ക്ഷമയോടെ അത് പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ? വെറുതെ എന്തിനിങ്ങനെ വഴക്കുണ്ടാക്കാൻ പോകുന്നേ? ഹരീഷ് ഒന്നും മിണ്ടാതെ പുറത്തേക്ക് പോകുമ്പോൾ ഭാസ്കരൻ പറയുകയാണ്, പോകുന്നത് കണ്ടില്ലേ? ദേഷ്യത്തോടുകൂടി ഭാസ്കരന്റെ അരികിലേക്ക് വന്ന നിധി പറയുന്നു, മക്കള് വഴക്കുണ്ടാക്കുമ്പോൾ വഴക്കുണ്ടാക്കരുതെന്ന് പറഞ്ഞ് അവരെ വിലക്കണം, പ്രശ്നം ഊതി പെരുപ്പിക്കാൻ ശ്രമിക്കരുത്. അവര് വഴക്കുണ്ടാക്കുകയാണെന്ന് മനസ്സിലായില്ലേ? പോലീസ് സ്റ്റേഷനിൽ വെച്ച് നിങ്ങൾക്ക് ആർക്കും സംസാരിക്കാൻ അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് വെറുതെ ഓരോന്ന് പറഞ്ഞ് പ്രശ്നം വഷളാക്കാനല്ലേ ശ്രമിച്ചത്? അവിടെ നിങ്ങൾ വന്ന് കണ്ടായിരുന്നോ എന്താ നടന്നതെന്ന്? അവര് വഴക്കുണ്ടാക്കുന്നത് കണ്ടോണ്ട് നിൽക്കുന്നു. ഇനി ഈ വീട്ടിൽ വഴക്കുണ്ടാകാൻ പാടില്ല. ഇതുപോലെ ആയിരിക്കില്ല ആദ്യം ഞാൻ സംസാരിക്കുന്നത്. ഇത് കേട്ട് ഭാസ്കരൻ വിഷമത്തോടുകൂടി അവിടെ നിന്ന് പോകുമ്പോൾ നിധി ദേഷ്യത്തോടുകൂടി അവിടേക്ക് ഇരിക്കുകയാണ്. നികേഷ് വെള്ളം എടുത്തോണ്ട് വന്ന് നിധിക്ക് കൊടുക്കുന്നു. നിധി ആ വെള്ളം കുടിക്കുമ്പോൾ നികേഷ് ചോദിക്കുന്നു, ഏട്ടത്തെയും ദേഷ്യത്തിലാണോ? അപ്പൊ നിധി പറയണ, അങ്ങനെയൊന്നും ഇല്ലടാ, നീ അത് വിട്. സാധനങ്ങളും വാങ്ങി വീട്ടിലേക്ക് വരുന്ന സുഭാഷ് പുറത്ത് നിൽക്കുന്ന ഹരീഷിനെ കണ്ടു ചോദിക്കുന്നു, എന്തു പറ്റിയടാ? ഒന്നുമില്ല സുഭാഷ് ഇടാന്ന് ഹരീഷ് പറയുമ്പോൾ ഭാസ്കരനെ ഒന്ന് നോക്കിയിട്ട് സുഭാഷ് അകത്തേക്ക് പോവുകയാണ്. അകത്തേക്ക് കയറി വന്ന സുഭാഷ് ചോദിക്കുന്നു, നികേഷ് എന്താടാ നടന്നത്? നിധിയുടെ ശബ്ദം പുറത്ത് കേട്ടല്ലോ, എന്തെങ്കിലും പ്രശ്നമാണോടാ? എന്താ നടന്നത് പറയടാ? അപ്പൊ നികേഷ് പറയുകയാണ്, വഴക്കായിരുന്നു സുഭാഷ് ഏട്ടാ, സുധീഷ് ഏട്ടന്റെ പണം നമ്മൾ എടുത്തില്ലേ, അത് ചോദിക്കാതെ എന്തിനാ എടുത്തെന്ന് ചോദിച്ച് സുധീഷ് ഏട്ടനും ഹരീഷ് ഏട്ടനും കൂടി വഴക്കുണ്ടാക്കി. ഇത് കേട്ടുകൊണ്ട് എവിടേക്ക് വന്ന സുധീഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ അവര് പണം ചോദിച്ചെങ്കിൽ അത് എന്നോട് പറയണ്ടേ? ഉടനെ എന്റെ പണം എടുത്തു കൊടുക്കണോ? ഹരീഷും അവിടേക്ക് വരുന്നു. അപ്പൊ സുഭാഷ് പറയുന്നു, എടാ അത്യാവശ്യത്തിന് ആ പണം എടുത്തു പോയി, തിരിച്ചു തരില്ലേ അത്? അപ്പൊ ഹരീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടൻ എന്തിനാ പണം കൊടുക്കാൻ നിന്നത്? എടാ എന്ന് വിളിച്ച് സുധീഷ് ഹരീഷിന്റെ നേരെ വരുമ്പോൾ ദേഷ്യത്തോടുകൂടി അവിടെ നിന്ന് എഴുന്നേറ്റ് നിധി ഉറക്കെ പറയുന്നു, നിർത്താനല്ലേ പറഞ്ഞത്? ഇത് കേട്ട് സുധീഷും ഹരീഷും പിന്നോട്ടേക്ക് മാറുമ്പോൾ സുഭാഷ് പറയുന്നു, മോളി ടെൻഷൻ ആകാതെ, എന്തിനാ നിങ്ങളിങ്ങനെ നിധിയെ വിഷമിപ്പിക്കുന്നത്? എത്ര തവണ അവള് പറഞ്ഞിട്ടുണ്ട് വെറുതെ നിങ്ങളിങ്ങനെ വഴക്കുണ്ടാക്കരുതെന്ന്. അത്രയ്ക്ക് എന്ത് ദേഷ്യം നിങ്ങൾക്കുള്ളത്? എടാ ഹരീഷ്, അവൻ പോലീസ് സ്റ്റേഷനിൽ പോയി അടി വാങ്ങിച്ച് ലൈസൻസും നഷ്ടപ്പെട്ട് നിൽക്കുകയല്ലേ, നീ അത് മനസ്സിലാക്കണ്ടേ? അവൻ ദേഷ്യപ്പെടുമ്പോൾ നീയും അവന്റെ കൂടെ ദേഷ്യപ്പെടുകയാണോ? വീട്ടിനകത്ത് ഈ ദേഷ്യം കാണിച്ചിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്? എല്ലാവരും
മുഖം വീർപ്പിച്ച് ഓരോ ഭാഗത്ത് പോയിരിക്കണം അല്ലെ? എടാ സുധീഷ്, നീ അല്ലേ നിധിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്? അവളെ ഇങ്ങനെ വിഷമിപ്പിക്കണോ? നിങ്ങളെ സമാധാനിപ്പിച്ച് വിലക്കി വിടുന്നതാണോ നിധിയുടെ ജോലി? വീട് വിട്ടു പോവുകയാണെന്ന് നിധി പറയുമ്പോഴെല്ലാം ഇവിടെ തന്നെ താമസിക്കണമെന്ന് പറഞ്ഞാൽ മാത്രം പോരാ. ഒരു പെണ്ണ് വീട്ടിലുണ്ടെന്നുള്ള ചിന്ത വേണം മനസ്സിൽ. എപ്പോ നോക്കിയാലും വഴക്ക്. ഇപ്പൊ എന്താ പോലീസ് നിന്നെ തല്ലി, അതിനിപ്പം എന്താണ്? നമുക്ക് പോയി അവരെ തിരിച്ചടിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. ഇതുവരെ നമ്മളെ അപമാനം താങ്ങാത്തവരൊന്നും അല്ലല്ലോ. നടന്നു. ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം. ദേഷ്യം ആരോട് കാണിക്കണമെന്നറിയാതെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? നിങ്ങളുടെ ബഹളം പുറത്ത് കേൾക്കാം. ഈ വീട്ടിൽ എന്തോ പ്രശ്നമാണെന്ന് പറഞ്ഞ് നാട്ടുകാര് ഈ വീടിനെ നോക്കി കളിയാക്കണോ? ഒന്ന് ആലോചിച്ച് നോക്ക്. വീട്ടിൽ ഒരു പെൺകുട്ടി ഉള്ളപ്പോൾ ഇങ്ങനെ ബഹളം വെക്കുമ്പോൾ ആ പെണ്ണിനെ പറ്റി നാട്ടുകാർ എന്താ പറയുക? ദേ നോക്ക്, ഇനി ഇതുപോലെ ആരെങ്കിലും വഴക്കുണ്ടാക്കിയാൽ ഞാൻ തന്നെ നിധിയെ കൊണ്ടുപോയി ഹോസ്റ്റലിലാക്കും. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി നിധിയെയും സുഭാഷിനെയും ഒന്ന് നോക്കിയിട്ട് സുധീഷ് പുറത്തേക്ക് പോവുകയാണ്. സുഭാഷ് ചോദിക്കുന്നു, എടാ സുധീഷ്, നീ എവിടെ പോവാ? തിരിഞ്ഞു നോക്കാതെ സുധീഷ് അവിടെ നിന്ന് പോകുമ്പോൾ ഹരീഷും അകത്തേക്ക് പോവുകയാണ്. അപ്പൊ നിധി പറയുന്നു, ഞാൻ ബഹളം വെച്ചില്ലായിരുന്നെങ്കിൽ അവര് വഴക്ക് നിർത്തില്ലായിരുന്നു സുഭാഷേട്ടാ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ദേഷ്യപ്പെട്ടത്. അങ്ങനെ നിധി അകത്തേക്ക് പോകുമ്പോൾ വിഷമത്തോടുകൂടി നിൽക്കുകയാണ് സുഭാഷും നികേഷും. തുടർന്ന് രാത്രി ഫ്രണ്ട്സിന്റെ ഒപ്പം ഇരുന്ന് മദ്യപിക്കുകയാണ് ഭാസ്കരൻ. ഈ സമയം ബാറിലേക്ക് വന്നിരിക്കുകയാണ് സുധീഷ്. ഭാസ്കരൻ സുധീഷിനെ ശ്രദ്ധിക്കുന്നുണ്ട്. സുധീഷ് ഒരു ബിയർ ഓർഡർ ചെയ്യുന്നു. പോലീസുകാരൻ തല്ലിയതും നിധി ദേഷ്യപ്പെട്ടതും എല്ലാം ഓർക്കുകയാണ് സുധീഷ്. തുടർന്ന് സുധീഷിന്റെ അരികിലേക്ക് വന്ന് എടാന്ന് വിളിക്കുകയാണ് ഭാസ്കരൻ. സുധീഷ് ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. തോളിൽ തട്ടി സുധീഷ് ഏതാ ഭാസ്കരൻ വിളിക്കുമ്പോൾ ഞെട്ടി സുധീഷ് ചോദിക്കുന്നു, നിങ്ങളോ? അപ്പോൾ ഭാസ്കരൻ പറയുകയാണ്, ഈ ചോദ്യം ഞാനാ ചോദിക്കേണ്ടത്. ഇത് ഞാൻ വരുന്ന സ്ഥലമല്ലേ, ഇവിടെ നിനക്കെന്താ ജോലി? അപ്പോൾ സുധീഷ് പറയുകയാണ്, ഞാൻ എന്തെങ്കിലും ചെയ്യട്ടെ, ആദ്യം നിങ്ങൾ ഇവിടെ നിന്ന് പോകുമോ? ഭാസ്കരൻ ചോദിക്കുന്നു, ഇതെന്താ വീടാണോ? കാശുള്ള ആർക്കും ഇവിടെ വന്ന് കുടിക്കാം, മനസ്സിലായോ? എന്താ പ്രശ്നം? കള്ളു കുടിക്കാനൊക്കെ വന്നിരിക്കുന്നു. സുധീഷ് ചോദിക്കുന്നു, അതൊക്കെ നിങ്ങൾ എന്തിനാ അറിയുന്നത്? സമാധാനത്തോടു കൂടി ഇരിക്കാന്ന് കരുതി ഇങ്ങോട്ട് വന്നത്, അതും ഇല്ലാതാക്കൂ. മര്യാദയ്ക്ക് എഴുന്നേറ്റ് പോകും. ഭാസ്കരൻ ചോദിക്കുന്നു, ബാറിൽ സമാധാനം കിട്ടുമെന്ന് ബോർഡ് വെച്ചിട്ടുണ്ടോ? സമാധാനം തേടി വന്നിരിക്കുന്നു. അപ്പൊ സുധീഷ് പറയണേ, നിങ്ങളോട് എഴുന്നേറ്റ് പോകാനല്ലേ ഞാൻ പറഞ്ഞത്, വെറുതെ എന്റെ ടെൻഷൻ കൂട്ടാൻ നിൽക്കരുത്. ഭാസ്കരൻ ഇങ്ങോട്ട് വന്ന് ഫ്രണ്ട് വിളിക്കുമ്പോൾ ഭാസ്കരൻ പറയുകയാണ്, എന്റെ കൂട്ടുകാരനാ, ഞാനില്ലാതെ അവൻ കുടിക്കില്ല. ഇത് കേട്ട് സുധീഷ് പറയുന്നു, ചെല്ല്. ശരിയടാ, വീട്ടിൽ കാണാന്ന് പറഞ്ഞ് ഭാസ്കരൻ കൂട്ടുകാരുടെ അരികിലേക്ക് പോവുകയാണ്. അവിടേക്ക് വന്ന ഒരാൾ പറയുന്നു, ബിയറിന് തണുപ്പില്ല, ബിയറും വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് സുധീഷ് ദേഷ്യത്തോടു കൂടി ബാറിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. ഇത് ഭാസ്കരൻ ശ്രദ്ധിക്കുന്നുണ്ട്. തുടർന്ന് സോഫയിലേക്ക് ഇരിക്കുന്ന നികേഷ് പറയുകയാണ്, റിമോട്ടിന്റെ മണ്ടയിലായിരുന്നത്. എന്തിനാ സുഭാഷേട്ട ഈ റിമോട്ട്? ഓടാത്ത ടിവിക്ക് റിമോട്ട്. സുഭാഷേട്ട, നമുക്കൊരു ടിവി വാങ്ങാം. നേരത്തെയൊക്കെ നമ്മള് വീട്ടിലില്ലായിരുന്നു, അതുകൊണ്ട് നമ്മൾ ടിവിയുടെ കാര്യം ശ്രദ്ധിച്ചിട്ടേ ഇല്ല. ഇപ്പൊ നമ്മള് കൂടുതൽ സമയം വീട്ടിലല്ലേ. എനിക്കും ഏട്ടത്തിക്കും ചില സമയത്ത് ഒരുപാട് ബോറടിക്കുന്നുണ്ട്. ടിവി ഉണ്ടെങ്കിൽ അതെങ്കിലും കണ്ടോണ്ടിരിക്കാലോ. പെട്ടെന്ന് നമുക്കൊരു LED ടിവി വാങ്ങണം. ശരി, വാങ്ങാമെന്ന് സുഭാഷ് പറയുമ്പോൾ നിധി പുഞ്ചിരിച്ച് സുഭാഷിനെ നോക്കുകയാണ്. സുഭാഷ് ചോദിക്കുന്നു, മോൾ ഓക്കെ അല്ലേ? ഓക്കെ ആണെന്ന് നിധി പറയുമ്പോൾ അവിടേക്ക് വന്ന ഹരീഷ് സുഭാഷിനെയും നിധിയെയും ശ്രദ്ധിക്കുകയാണ്. ഹരീഷിനെ കണ്ട് അവർ പിണക്കത്തോടു കൂടി ഇരിക്കുമ്പോൾ സുഭാഷ് ഇടാന്ന് വിളിച്ച് ഹരീഷ് സുഭാഷിന്റെ അരികിലേക്ക് വന്നിരിക്കുകയാണ്. സുഭാഷ് കുറച്ചങ്ങോട്ടേക്ക് നീങ്ങിയിരിക്കുന്നു. ഹരീഷ് ചോദിക്കുന്നു, സുഭാഷ് എന്നോട് സംസാരിക്കില്ലേ? അപ്പോൾ സുഭാഷ് പറയുകയാണ്, എനിക്ക് നിന്നെ കുറിച്ച് ഓർക്കുമ്പോൾ അപമാനം തോന്നുക. ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, അതെന്താ തലയിലോട്ട് കേറാത്തത്? സോറി സുഭാഷ് ഏട്ടാന്ന് ഹരീഷ് പറയുമ്പോൾ സുഭാഷ് ചോദിക്കണേ, എന്ത് സോറി? നിധി പാവല്ലേ, നിങ്ങളെ സമാധാനിപ്പിക്കുകയാണോ നിധിയുടെ ജോലി? ഇപ്പൊ അവൻ വന്നിരിക്കുന്നു സോറി പറയാനായിട്ട്. നിധിയുടെ അരികിലേക്ക് വന്ന ഹരീഷ് പറയുന്നു, സോറി ഏട്ടത്തി. നിധി ഒന്നും മിണ്ടാതെ ഇരിക്കുമ്പോൾ വീണ്ടും ഹരീഷ് സോറി ഏട്ടത്തി എന്ന് പറയുകയാണ്. നിധി പറയുന്നു, കേട്ടില്ല. വീണ്ടും ഹരീഷ് സോറി പറയുമ്പോൾ നിധി പറയുകയാണ്, കേട്ടില്ലെന്ന്. ഹരീഷ് ദേഷ്യത്തോടു കൂടി ഉറക്കെ സോറി എന്ന് പറയുമ്പോൾ ഞെട്ടി നിധി പറയുകയാണ്, കേട്ടു. ഇത് കേട്ട് ഹരീഷ് ചിരിക്കുമ്പോൾ നിധിയും ചിരിക്കുകയാണ്. സുഭാഷും നികേഷും അവരെ നോക്കി ചിരിക്കുന്നു. നിധി ചോദിക്കണ്ട, ഞാൻ ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം തന്നെ നിങ്ങൾ എത്ര തവണ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്? നിങ്ങൾക്ക് എന്താ ഇത്ര ദേഷ്യം? അപ്പൊ ഹരീഷ് പറയണ, അങ്ങനെ വഴക്കുണ്ടാക്കി ശീലിച്ചു പോയി ഏട്ടത്തെ, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ഞാൻ ഇനിയും കൺട്രോൾ ചെയ്യാൻ നോക്കാം. ഈ സമയം അവിടേക്ക് വന്ന സുധീഷ് എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് അടുക്കളയിലേക്ക് പോയി വെള്ളം എടുത്ത് കുടിക്കുകയാണ്. നികേഷ് പറയുന്നു, സുധീഷ് ഏട്ടാ, ധൃതി ഒന്നുമില്ല, പെട്ടെന്ന് കുടിക്കണ്ട, പതിയെ കുടിച്ചാൽ മതി. നിധിയുടെ അരികിലേക്ക് വന്ന സുധീഷ് പറയുന്നു, എന്നോട് ക്ഷമിക്കണം നിധി, ഞാൻ തെറ്റ് ചെയ്തു. വീട്ടിൽ എല്ലാവരോടും ദേഷ്യപ്പെട്ടത് തെറ്റാ. ഇന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് അടി വാങ്ങിച്ചത്, ഇവൻ എന്നെ വഴക്ക് പറഞ്ഞത്, തെറ്റ് ചെയ്യാതെ ശിക്ഷ അനുഭവിക്കുന്നത്, എല്ലാം കൂടി ആലോചിച്ച് വല്ലാതെ ഇറിറ്റേറ്റ് ആയിപ്പോയി. അതാ ആ ദേഷ്യത്തില് ഇങ്ങനെയൊക്കെ സംസാരിച്ചത്. നിധി ഒന്നും മിണ്ടാതിരിക്കുമ്പോൾ സുധീഷ് മനസ്സിൽ പറയുകയാണ്, എന്താ റിയാക്ഷൻ ഒന്നും ഇല്ലല്ലോ. അങ്ങനെ സുധീഷ് പറയുന്നു, സോറി. അപ്പൊ നിധി പറയുകയാണ്, സോറി മാത്രം പോരാ, ഇനി നിങ്ങൾ രണ്ടുപേരും വഴക്കുണ്ടാക്കില്ല എന്ന് എഴുതി സൈൻ ചെയ്ത് തരണം. ഇത് കേട്ട് കണ്ണു തള്ളി നിൽക്കുകയാണ് സുധീഷും ഹരീഷും. എഴുതി സൈൻ ചെയ്യണമെന്നോ? ഇത് പുതിയതാണല്ലോ, ഞാൻ സത്യം ചെയ്താൽ മതിയോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി ദേഷ്യത്തോടുകൂടി സുധീഷിനെ നോക്കുകയാണ്. അവിടേക്ക് ഒരു പേപ്പറും പേനയുമായി വന്ന നികേഷ് ചോദിക്കാണ്, ഏട്ടത്തി, ഈ പേപ്പറിൽ എഴുതി സൈൻ ചെയ്താൽ മതിയോ? നിധി തിരിഞ്ഞ് നികേഷിനെ നോക്കുമ്പോൾ നികേഷ് പറയുകയാണ്, സോറി, ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണ്ട. അങ്ങനെ നികേഷ് അവിടെ ഒന്ന് പോകുന്നു. അപ്പൊ സുഭാഷ് പറയുകയാണ്, എഴുതി കൊടുക്കുന്നതും സൈൻ ചെയ്യുന്നതും എല്ലാം അടുത്ത വഴക്ക് വരുന്നത് വരെയല്ലേ ഉള്ളൂ, വഴക്ക് വന്നാൽ എല്ലാം കാറ്റിൽ പറക്കും. അപ്പൊ നിധി പറയുകയാണ്, ഇതൊരു വീടല്ലേ, എല്ലാവർക്കും കുറച്ച് ക്ഷമയോടുകൂടി സംസാരിച്ചൂടെ? അപ്പൊ സുധീഷ് പറയുകയാണ്, അതെ, നിധി നല്ല സ്നേഹമുള്ള വീട്ടിൽ നിന്ന് വന്ന കുട്ടിയല്ലേ. നിധിയുടെ വീട്ടിൽ ആർക്കെങ്കിലും ദേഷ്യം വന്നാൽ ആളെ കൊന്നു തള്ളുകയുള്ളൂ. ഞങ്ങളിങ്ങനെ വഴക്കുണ്ടാക്കുന്നത് തെറ്റാണ്, ഞങ്ങളെ മാറ്റിക്കോളാം. കണ്ടില്ലേ സുഭാഷ് ഏട്ടാന്ന് നിധി പറയുമ്പോൾ സുഭാഷ് പറയുകയാണ്, നിങ്ങൾ ഇനി നിധിയെ ദേഷ്യം പിടിപ്പിക്കരുത്. നികേഷ് പറയുകയാണ്, സുധീഷ് ഏട്ടന്റെ ശത്രു
നാവാ, അതിനൊരു സ്പീഡ് ബ്രേക്ക് ഇടുന്നത് നല്ലതാ. നീ പറഞ്ഞത് ശരിയാണെന്ന് ഹരീഷ് പറയുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, എന്ത് ശരി? നിധി ദേഷ്യത്തോടു കൂടി അവരെ നോക്കുകയാണ്. സുധീഷ് പറയുന്നു, എടാ ഹരീഷേ, എനിക്കൊരു കോള് വരാനുണ്ട്, ഞാൻ പുറത്തു പോയി സംസാരിച്ചിട്ട് വരാമേ. അങ്ങനെ സുധീഷ് പുറത്തേക്ക് പോകുമ്പോൾ എല്ലാവരും സുധീഷിനെ ശ്രദ്ധിക്കുകയാണ്. പുറത്തേക്ക് വരുന്ന സുധീഷ് പറയുകയാണ്, രക്ഷപ്പെട്ടു. ഹരീഷും പതിയെ സുധീഷിന്റെ അരികിലേക്ക് പോകുന്നു. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്